ഞങ്ങൾ ഇന്നിവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് പ്രൊഡക്ടിവിറ്റി മെട്രിക്സിനെ കുറിച്ചിട്ടാണ്. അടുത്ത സ്ലൈഡിൽ അതിനെക്കുറിച്ച് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, നോക്കാം. പ്രൊഡക്ടിവിറ്റി മെട്രിക്സ് കമ്പൈൻ സെവറൽ മെഷർമെൻറ്റ് ആൻഡ് പാരാമീറ്റേഴ്സ് വിത്ത് എഫേർട്ട് സ്പെൻഡ് ഓൺ ദ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിൽ സ്പെൻഡ് ചെയ്യുന്ന മെഷേഴ്സും പാരാമീറ്റേഴ്സിനെയും എല്ലാം കൂടി കമ്പൈൻ ചെയ്യണതാണ് പ്രൊഡക്ടിവിറ്റി മെട്രിക്സസ്. ദേ ഹെൽപ്പ് ഇൻ ഫൈൻഡിങ് ഔട്ട് ദ ക്യാപ്പബിലിറ്റി ഓഫ് ദ ടീം ആസ് വെൽ ആസ് ഫോർ ദ അതർ പർപ്പസസ്. ഒരു ടീമിൻ്റെ ക്യാപ്പബിലിറ്റി കണ്ടുപിടിക്കാൻ ഈ പ്രൊഡക്ടിവിറ്റി മെട്രിക്സസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, അടിയിൽ കുറച്ച് 5 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. അതും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രൊഡക്ടിവിറ്റി മെട്രിക്സസ് യൂസ് ചെയ്യും. ആ 5 പോയിൻറ്റ്സ് എന്താണെന്നുള്ളത് വായിക്കാം. എസ്റ്റിമേറ്റിംഗ് ഫോർ ദ ന്യൂ റിലീസ്, പുതിയ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എസ്റ്റിമേഷൻസ് നടത്തുക. ഫൈൻഡിങ് ഔട്ട് ഹൗ വെൽ ദ ടീം ഈസ് പ്രോഗ്രസിങ്, അണ്ടർസ്റ്റാൻഡിങ് ദ റീസൺ ഫോർ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. പിന്നെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പ്രോഗ്രസീവും പിന്നെ ഒരു പോസിറ്റീവും നെഗറ്റീവും ആയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, പുതിയ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ ഫൈൻഡ് ചെയ്യുക. പിന്നെ എസ്റ്റിമേറ്റിംഗ് ദ എഫക്ട്സ് ദാറ്റ് ക്യാൻ ബി ഫൗണ്ട്, ഒരു പ്രൊഡക്റ്റിൽ ഉണ്ടാവുന്ന നമ്പർ ഓഫ് എറേഴ്സ് അല്ലെങ്കിൽ ഡെഫക്ട്സ് ഒക്കെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. എസ്റ്റിമേറ്റിംഗ് റിലീസ് ഡേറ്റ് ആൻഡ് ക്വാളിറ്റിയും റിലീസ് ഡേറ്റും ഒക്കെ എസ്റ്റിമേറ്റ് ചെയ്യും. പിന്നെ എസ്റ്റിമേറ്റിംഗ് ദ കോസ്റ്റ് ഇൻവോൾവ് ഇൻ ദ റിലീസ്, ഒരു പ്രൊഡക്റ്റ് റിലീസ് ചെയ്യാൻ എടുക്കുന്ന കോസ്റ്റ്, അതും നമുക്ക് ഈ പ്രൊഡക്ടിവിറ്റി മെട്രിക്സസ് വെച്ചിട്ട് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തതാണ് ഡിഫക്ട്സ് പെർ 100 hours ഓഫ് ടെസ്റ്റിംഗ്. അതിൽ പറയുന്നത്, ഇറ്റ് ഈസ് റീസണബിൾ ടു കൺക്ലൂഡ് ദാറ്റ് ദർ ഈസ് നോ എൻഡ് ടു ടെസ്റ്റിംഗ് ആൻഡ് മോർ ടെസ്റ്റിംഗ് മേ റിവീൽ മോർ ന്യൂ ഡിഫക്ട്സ്. But there may be a point of diminishing return when further testing may not reveal any defects. If incoming defects in the product are reducing, it may means various things. അപ്പോൾ ഒരു 3 തിങ്സിന് അവിടെ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ടെസ്റ്റിംഗ് ഈസ് നോട്ട് എഫക്റ്റീവ്, പ്രൊഡക്റ്റ് ഈസ് ഇംപ്രൂവിങ്, എഫേർട്ട് സ്പെൻഡ് ഇൻ ദ ടെസ്റ്റിംഗ് ഈസ് falling. The first 2 aspects have been adequately covered in the matrix 0 discussed above. The matrix's defects per 100 hours of testing covers the third point and then normalize the number of defects in the product with respect to the effort spent. ഇനി അത് കാൽക്കുലേറ്റ് ചെയ്യണ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യണത് ബോൾഡാക്കിയിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. ഡിഫക്ട്സ് പെർ 100 hours of testing equal to total defects found in the product for a period by total hours spent to get those defects into 100. 100 hours ടെസ്റ്റിംഗ് നടത്തി കഴിഞ്ഞാൽ എത്ര ഡിഫക്ട്സ് ഉണ്ടാവും, അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. അതാണ് ഈ ഡിഫക്ട്സ് പെർ 100 hours ഓഫ് ടെസ്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഒരു ടെസ്റ്റിങ്ങിന് ഒരു എൻഡ് ഉണ്ടാവില്ല. നമ്മളിങ്ങനെ ഓരോ ടെസ്റ്റിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും നല്ല വരും. പക്ഷേ ഒരു പോയിന്റിൽ നമുക്ക് ആ ടെസ്റ്റിംഗ് ഒക്കെ റിവീൽ ചെയ്തിട്ട് എല്ലാം കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാലും അതിന് കുറച്ച് വേരിയസ് തിങ്സ് ഉണ്ട്, എന്താണ് അങ്ങനെ കിട്ടാൻ കാരണം എന്നുള്ളത്. അതാണ് അവിടെ ആ 3 പോയിൻറ്റ്സ് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, ടെസ്റ്റിംഗ് ചിലപ്പോൾ നോട്ട് എഫക്റ്റീവ്, നല്ലൊരു രീതിയിൽ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. രണ്ടാമത്തെ പോയിന്റ്, ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് ഈസ് ഇംപ്രൂവ്, ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആയി വരുന്നുണ്ടാവും. അല്ലെങ്കിൽ ആ ടെസ്റ്റിംഗ്, മൂന്നാമത്തെ പോയിന്റ്, ആ ടെസ്റ്റിംഗ് ചെയ്യണതിന് എടുക്കണ എഫേർട്ട് കുറഞ്ഞു വരും. അതാണ് പറയുന്നത്. ഇനി അവിടെ തന്നിരിക്കുന്നത് കാൽക്കുലേഷൻ എന്താണെന്ന് വെച്ചാൽ, ഡിഫക്ട്സ് പെർ 100 hours ഓഫ് ടെസ്റ്റിംഗ്. 100 hours ടെസ്റ്റിംഗ് നടത്തുമ്പോൾ കിട്ടുന്ന ഡിഫക്ട്സ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ടോട്ടൽ ഡിഫക്ട്സ് ഫൗണ്ട് ഇൻ ദ പ്രൊഡക്റ്റ് ഫോർ എ പീരീഡ്, ഒരു പീരീഡിൽ ഒരു പ്രൊഡക്റ്റിൽ കിട്ടുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഡിഫക്ട്സ് ബൈ ടോട്ടൽ ഹവേഴ്സ് സ്പെൻഡ് ടു ഗെറ്റ് ദോസ് ഡിഫക്ട്സ്, എത്ര ഹവേഴ്സ് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്തു ഈ കിട്ടാൻ വേണ്ടിയിട്ട്, ഇൻറ്റു 100. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിഫക്ട്സ് പെർ 100 hours ഓഫ് ടെസ്റ്റിങ്ങിൻ്റെ വാല്യൂ കിട്ടും. ഇതാണ് ഈ സ്ലൈഡിലുള്ളത്. ഇനി ഈ സ്ലൈഡിൽ ഞാനൊരു രണ്ട് ചാർട്ട് കൊടുത്തിട്ടുണ്ട്, ഡിഫക്ട്സ് പെർ 100 hours ഓഫ് ടെസ്റ്റിങ്ങിൻ്റെ 2 രീതി. അപ്പോൾ അതിൽ ആദ്യത്തെ ചാർട്ട് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് അസ്യൂം ദാറ്റ് കോൺസ്റ്റൻറ്റ് എഫേർട്ട് ഈസ് സ്പെൻഡ് ഇൻ ഓൾ വീക്സ്. ഈ ഫസ്റ്റ് ചാർട്ടിൽ കോൺസ്റ്റൻറ്റ് എഫേർട്ട് ഒരു വീക്ക്, ദാറ്റ് മീൻസ് എല്ലാ വീക്ക് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാവുമ്പോൾ ദ ചാർട്ട് പ്രൊഡ്യൂസ് എ ബെൽ കർവ്. അതൊരു ബെൽ കർവായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഫസ്റ്റത്തെ പിക്ചർ നോക്കിയാൽ മതി, ഒരു ബെൽ കർവായിട്ട് കാണാൻ പറ്റും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതാണ് ഫസ്റ്റ് ചാർട്ടിൽ നമ്മൾ കാണുന്നത്. ഇൻ സെക്കൻഡ്, it is assumed
15 hours are spent in week 9 and 10. വീക്ക് 9ഉം 10ലും 15 hours സ്പെൻഡ് ചെയ്തു. പിന്നെ ഓൾ അതർ വീക്ക് ബാക്കി എല്ലാ വീക്കിലും 120 hours സ്പെൻഡ് ചെയ്തു. ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്ടാവും നോക്കാം. ദിസ് അസംഷൻ വിച്ച് കുഡ് മീൻസ് റിയാലിറ്റി ടു actually suggests that the quality of the product has fallen and more defects were found by the investing test effort in the testing for week 9 and 10. That means week 9 and 10ൽ കുറേ പ്രൊഡക്റ്റ് ഹാസ് ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് താഴേക്ക് പോയിട്ടുണ്ട്. ഒപ്പം തന്നെ കുറേ ഡിഫക്ട്സും അതിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്, ടെസ്റ്റിങ്ങിൻ്റെ സമയത്ത് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് പിക്ചർ എന്താ കാണിക്കണമെന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് റിലീസ് ചെയ്യാൻ ആയിട്ടില്ല, റെഡി അല്ല പ്രൊഡക്റ്റ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ എന്താ ഉണ്ടാവുക? ഇറ്റ് മേ ബി മിസ്ലീഡിങ് ടു ജഡ്ജ് ദ ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് വിതൗട്ട് ലുക്കിംഗ് അറ്റ് എഫേർട്ട് ബിക്കോസ് എ ഡൗൺവേർഡ് ട്രെൻഡ് ഷോൺ ഇൻ 1. അപ്പോൾ 1നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൽ ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് കുറയുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയല്ല. അതാണ് ഇവിടെ പറയുന്നത്. This chart provides the insight where people were pulled out of testing or less number of people were available for testing, and that is making the defect count come down. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിഫക്റ്റ് കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൈലബിലിറ്റി ഓഫ് പീപ്പിൾ, അവൈലബിലിറ്റി ഓഫ് ഹ്യൂമൻ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളത് കുറവാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഡിഫക്ട്സ് കാണിക്കുന്നതും പിന്നെ ആ പ്രൊഡക്റ്റ് റിലീസ് ചെയ്യാൻ പറ്റാതെ വരുന്നതും. അപ്പോൾ അത്രയാണ് ഇതിൽ പറയാനുള്ളൂ. ഒന്ന് നോക്കി നോക്കുക, ചാർട്ടും പിന്നെ എഴുതിയതും ഒന്ന് വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഈ രണ്ടാമത്തെ കേസാണ് ടെസ്റ്റ് കേസസ് എക്സിക്യൂട്ടഡ് പെർ 100 hours ഓഫ് ടെസ്റ്റിംഗ്. ആദ്യം നമ്മൾ കണ്ടത് ഡിഫക്ട്സ് ആണ്, ഇവിടെ എക്സിക്യൂഷനാണ്. ടെസ്റ്റ് കേസസ് എക്സിക്യൂട്ടഡ് പെർ 100 hours ഓഫ് ടെസ്റ്റിംഗ്. നോക്കാം. The number of test cases executed by the test team for a particular duration depend on team productivity and quality of product. Quality of productum team productivity ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്പർ ഓഫ് ടെസ്റ്റ് കേസസ് എക്സിക്യൂട്ടഡ്. എത്ര ടെസ്റ്റ് കേസസ് എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളത് ഒരു ടീമിൻ്റെ പ്രൊഡക്ടിവിറ്റിയും പിന്നെ ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. The team productivity has to be calculated accurately so that it can be tracked for the current release and to be used to estimate the next release of the product. ടീം പ്രൊഡക്ടിവിറ്റി കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് കറണ്ട് റിലീസ് എപ്പോഴാണെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല അടുത്ത റിലീസ് പ്രൊഡക്റ്റിൻ്റെ റിലീസ് എപ്പോഴാണെന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യാനും പറ്റുള്ളൂ. ഇഫ് ദ ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് ഈസ് ഗുഡ്, മോർ ടെസ്റ്റ് കേസസ് ക്യാൻ ബി എക്സിക്യൂട്ടഡ് ആസ് ദർ മേ നോട്ട് ബി ഡിഫക്ട്സ് ബ്ലോക്കിംഗ് ദ ടെസ്റ്റ് ഓൾസോ. അപ്പോൾ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഗുഡ് ആണെങ്കിൽ നമുക്ക് മോർ ടെസ്റ്റ് കേസസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ദർ നോട്ട് ബി ഡിഫക്റ്റ് ബ്ലോക്കിംഗ്, ഡിഫക്ട്സ് ഉണ്ടാവില്ല. പിന്നെ ദർ മേ ബി ഫ്യൂ ഡിഫക്ട്സ് ആൻഡ് ദ എഫേർട്ട് റിക്വയർഡ് ഇൻ ഫില്ലിംഗ് റീപ്രൊഡ്യൂസിങ് ആൻഡ് അനലൈസിങ് ഡിഫക്ട്സ് കുഡ് ബി മിനിമൈസ്ഡ്. അപ്പോൾ ചെറിയ ചെറിയ ഡിഫക്ട്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടായാൽ കൂടി ഫില്ലിംഗ് റീപ്രൊഡ്യൂസിങ് പുതിയതായി നമുക്ക് അതിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റും. പിന്നെ പുതിയ ഡിഫക്ട്സ് നമുക്ക് മിനിമൈസ് ചെയ്യാനും പറ്റും. ഹെൻസ് ടെസ്റ്റ് കേസസ് എക്സിക്യൂട്ടഡ് പെർ 100 hours ഓഫ് ടെസ്റ്റിംഗ് ഹെൽപ്പ് ഇൻ ട്രാക്കിംഗ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ഓൾസോ ഇൻ ജഡ്ജിങ് ദ പ്രൊഡക്റ്റ് ക്വാളിറ്റി. അപ്പോൾ ഈ ടെസ്റ്റ് കേസസ് എക്സിക്യൂട്ടഡ് പെർ 100 hours ഓഫ് ടെസ്റ്റിംഗ് എന്നുള്ളത് എന്തിന് യൂസ് ചെയ്യാൻ പറ്റും? ഒരു പ്രൊഡക്ടിവിറ്റി ട്രാക്കിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ജഡ്ജ് ചെയ്യാനും പറ്റും. അവിടെ ഒരു കാൽക്കുലേഷൻ തന്നിട്ടുണ്ട്, ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ടെസ്റ്റ് കേസസ് എക്സിക്യൂട്ടഡ് പെർ 100 hours ഓഫ് ടെസ്റ്റിംഗ് ഈസ് ഈക്വൽ ടു, അത് നമുക്ക് ആ വാല്യൂ കണ്ടുപിടിക്കണം, ഈക്വൽ ടു ടോട്ടൽ ടെസ്റ്റ് കേസസ് എക്സിക്യൂട്ടഡ് ഫോർ എ പീരീഡ്. ഒരു പീരീഡിൽ എത്ര ടെസ്റ്റ് കേസസ് എക്സിക്യൂട്ട് ചെയ്തു ഡിവൈഡഡ് ബൈ ടോട്ടൽ ഹവേഴ്സ് സ്പെൻഡ് ഇൻ ടെസ്റ്റ് എക്സിക്യൂഷൻ. ടെസ്റ്റ് എക്സിക്യൂഷനിൽ എത്ര ഹവേഴ്സ് സ്പെൻഡ് ചെയ്തു ഇൻറ്റു 100. നമുക്ക് ആ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടെസ്റ്റ് കേസസ് എക്സിക്യൂട്ടഡ് പെർ 100 hours ഓഫ് ടെസ്റ്റിങ്ങിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി മൂന്നാമത്തെ കേസാണ് ടെസ്റ്റ് ഡെവലപ്ഡ് പെർ 100 hours ഓഫ് ടെസ്റ്റിംഗ്. ഡിഫക്റ്റ് കഴിഞ്ഞു, എക്സിക്യൂഷൻ കഴിഞ്ഞു, മൂന്നാമത്തെയാണ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ അതിലെന്താണെന്നുള്ളത് നോക്കാം. ബോത്ത് മാനുവൽ execution of test cases and automatic test cases required estimating the track of productivity number. മാനുവൽ എക്സിക്യൂഷനും ഒരു ടെസ്റ്റ് കേസിൻ്റെ മാനുവൽ എക്സിക്യൂഷനും
ഓട്ടോമാറ്റിക് ടെസ്റ്റ് കേസിൻ്റെ റിക്വയർഡായ എസ്റ്റിമേറ്റിംഗ് ആൻഡ് ട്രാക്കിംഗ് ഓഫ് പ്രൊഡക്ടിവിറ്റി നമ്പർ. പ്രൊഡക്ടിവിറ്റി നമ്പർ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാനുവൽ എക്സിക്യൂഷനും ഓട്ടോമാറ്റിക് ടെസ്റ്റ് കേസസും ആവശ്യമാണ്. ഇനി പ്രൊഡക്റ്റ് സിനാരിയോ, ഒരു പ്രൊഡക്റ്റ് സിനാരിയോയിൽ ദാറ്റ് മീൻസ് ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ ഒരു സിനോപ്സിസ് പോലൊരു സാധനത്തിൽ നോട്ട് ഓൾ ടെസ്റ്റ് കേസസ് ആർ റിട്ടേൺ എഫ്രഷ്. എല്ലാ ടെസ്റ്റ് കേസസും ഫ്രഷ് ആയിട്ടല്ല എഴുതിയിരിക്കുന്നത്. എന്തിന്? റിലീസിന് വേണ്ടിയിട്ട്. ന്യൂ ടെസ്റ്റ് കേസസ് ആർ ആഡഡ് ടു അഡ്രസ് ന്യൂ ഫങ്ഷനാലിറ്റി ആൻഡ് ഫോർ ടെസ്റ്റ് ഫീച്ചേഴ്സ് ദാറ്റ് വർ നോട്ട് ടെസ്റ്റഡ് ഏർലിയർ. മുന്നേ ടെസ്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ പുതിയതായിട്ട് അഡ്രസ്സിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഫങ്ഷനാലിറ്റിക്കും ആഡ് ചെയ്യുന്നുണ്ട്. എക്സിസ്റ്റിംഗ് ടെസ്റ്റ് കേസസ് ആർ മോഡിഫൈഡ് ടു റിഫ്ലക്ട് ചേഞ്ചസ് ഇൻ ദ പ്രൊഡക്റ്റ്. എക്സിസ്റ്റിംഗ് ആയ ടെസ്റ്റ് കേസസ് പുതിയ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും ഇൻ ദ പ്രൊഡക്റ്റ്. സം ടെസ്റ്റ് കേസസ് ആർ ഡിലീറ്റഡ് ഇഫ് ദേ ആർ നോ ലോnger യൂസ്ഫുൾ ആവാത്ത ടെസ്റ്റ് കേസസ് ഡിലീറ്റ് ചെയ്യും. കറസ്പോണ്ടിങ് ഫീച്ചേഴ്സ് ആർ റിമൂവ്ഡ് ഫ്രം ദ പ്രൊഡക്റ്റ്. ഹെൻസ് ദ ഫോർമുല ഫോർ ടെസ്റ്റിംഗ് കേസസ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ ടെസ്റ്റ് കേസസ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും, അത് ആ അഡ്രസ്സിൽ നിന്ന് റിമൂവ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനി അതിലൊരു കാൽക്കുലേഷൻ ഉണ്ട് ഈ ഡെവലപ്മെൻറ്റ് പെർ 100 hours ഓഫ് ടെസ്റ്റിംഗ് കണ്ടുപിടിക്കാനുള്ളത്. അതെന്താണെന്ന് നോക്കാം. ടെസ്റ്റ് കേസസ് ഡെവലപ്ഡ് പെർ 100 hours ഓഫ് ടെസ്റ്റിംഗ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ടെസ്റ്റ് കേസസ് ഡെവലപ്ഡ് ഫോർ എ പീരീഡ്. ഒരു പീരീഡിൽ എത്ര ടോട്ടൽ ടെസ്റ്റ് കേസസ് ഡെവലപ്പ് ചെയ്തു ഡിവൈഡഡ് ബൈ ടോട്ടൽ ഹവേഴ്സ് സ്പെൻഡ് ഇൻ ടെസ്റ്റ് കേസസ് ഡെവലപ്മെൻറ്റ്. ടെസ്റ്റ് കേസസ് ഡെവലപ്മെൻറ്റിൽ എത്ര ഹവേഴ്സ് സ്പെൻഡ് ചെയ്തു ഇൻറ്റു 100. എല്ലാം നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാൽക്കുലേഷൻസും ഏകദേശം സെയിം ആണ്. ഡിവൈഡഡ് ബൈ പീരീഡും എത്ര ഹവേഴ്സും, അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കുക. ഇതെടുത്തത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നാലാമത്തെയാണ് ഡിഫെക്ട്സ് പെർ 100 ടെസ്റ്റ് കേസസ്. നമ്മൾ ഡിഫെക്ട്സ് പെർ 100 ഹവേഴ്സ് ഓഫ് ടെസ്റ്റ് കേസസ് പഠിച്ചു. ഇനി ഇത് ഡിഫെക്ട്സ് പെർ 100 ടെസ്റ്റ് കേസസ്. അതിലെന്താ നോക്കാം. സിൻസ് ദ ഗോൾ ഓഫ് ടെസ്റ്റിംഗ് ഈസ് ടു ഫൈൻഡ് ഔട്ട് മിനി ഡിഫെക്റ്റ് ആസ് പോസിബിൾ. ടെസ്റ്റിങ്ങിൻ്റെ മെയിൻ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് മച്ച് ആസ് ഡിഫെക്ട്സ് കണ്ടുപിടിക്കുക. ഇറ്റ് അപ്രോപ്രിയേറ്റ് ടു മെഷർ ദ ഡിഫെക്ട്സ് yield ഓഫ് ടെസ്റ്റ്. ദാറ്റ്സ് ഹൗ മെനി ഡിഫെക്ട്സ് ഗെറ്റ് കവേർഡ് ഡ്യൂറിങ് ടെസ്റ്റിംഗ്. അപ്പോൾ ടെസ്റ്റിങ്ങിൻ്റെ സമയത്ത് എത്ര ഡിഫെക്ട്സ് ആണ് നമുക്ക് അൺകവർ ചെയ്യാൻ പറ്റുക, അതാണ് ഇതിൽ പറയണത്. ദിസ് ഈസ് ഫങ്ഷൻ ഓഫ് 2 പാരാമീറ്റേഴ്സ്. 2 പാരാമീറ്റേഴ്സിലാണ് ഇത് വർക്ക് ആവുന്നത്. ഇതെന്താ നോക്കാം. അവിടെ 2 ഞാൻ എടുത്തിട്ടുണ്ട്. ദ എഫക്റ്റീവ്നെസ് ഓഫ് ടെസ്റ്റ് ഇൻ അൺകവേർഡ് ഡിഫെക്ട്സ്. അൺകവറിങ് ഡിഫെക്ട്സിൽ ഉള്ള ടെസ്റ്റിൻ്റെ എഫക്റ്റീവ്നെസ് എന്താണെന്നുള്ളതും, രണ്ടാമത്തെ എഫക്റ്റീവ്നെസ് ഓഫ് ചൂസിങ് ടെസ്റ്റ് ദാറ്റ് ആർ കേപ്പബിൾ ഓഫ് അൺകവറിങ് ഡിഫെക്ട്സ്. അൺകവർ ചെയ്യാൻ പറ്റണ ഡിഫെക്ട്സിൻ്റെ എഫക്റ്റീവ്നെസ് ചൂസിങ് എത്രയാണെന്നുള്ളത്, അതാണ് 2 കാര്യങ്ങൾ. The ability of test cases to uncover defects depend on how well the test cases are designed and developed. ഒരു ടെസ്റ്റ് കേസിൻ്റെ അൺകവർ ചെയ്യാൻ ഡിഫെക്ട്സിൻ്റെ എബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെ ഡിസൈൻ ചെയ്തു, എങ്ങനെ ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ്. ബട്ട് ഇൻ എ ടിപ്പിക്കൽ പ്രൊഡക്റ്റ് സിനാരിയോ നോട്ട് ഓൾ ടെസ്റ്റ് കേസസ് ആർ എക്സിക്യൂട്ടഡ് ഫോർ എവറി ടെസ്റ്റ് സൈക്കിൾ. എല്ലാ ടെസ്റ്റ് സൈക്കിളും എല്ലാ ടെസ്റ്റ് കേസസും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യില്ല. ഹെൻസ് ഇറ്റ് ഈസ് ബെറ്റർ ടു സെലക്ട് ടെസ്റ്റ് കേസസ് ദാറ്റ് പ്രൊഡ്യൂസ് ഡിഫെക്റ്റ്. അപ്പോൾ അതിന് ഏറ്റവും നല്ല വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫെക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റ് കേസസ് മാത്രം സെലക്ട് ചെയ്യുക. ഓക്കെ, എ മെഷർ ദാറ്റ് ക്വാണ്ടിഫൈസ് ദീസ് 2 പാരാമീറ്റേഴ്സ് ഈസ് ഡിഫെക്ട്സ് പെർ 100 ടെസ്റ്റ് കേസസ്. ഈ പാരാമീറ്റേഴ്സിനെ അതിൻ്റെ മെഷർ ഓഫ് ക്വാണ്ടിഫയേഴ്സിനെ പറയുന്നതാണ് ഡിഫെക്ട്സ് പെർ 100 ടെസ്റ്റ് കേസസ് എന്ന് പറയുന്നത്. അത് ഇവിടെ ഒരു കാൽക്കുലേഷൻ തന്നിട്ടുണ്ട്, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഡിഫെക്ട്സ് പെർ 100 hours ഓഫ് ടെസ്റ്റിംഗ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിഫെക്ട്സ് ഫൗണ്ട് ഫോർ എ പീരീഡ് ബൈ ടോട്ടൽ ടെസ്റ്റ് കേസസ് എക്സിക്യൂട്ടഡ് ഫോർ എ സെയിം പീരീഡ്. ടോട്ടൽ ഡിഫെക്ട്സ് ഫൗണ്ട് ഫോർ എ പീരീഡ്, ഒരു പീരീഡിൽ എത്ര ഡിഫെക്ട്സ് കണ്ടു ഡിവൈഡഡ് ബൈ ടോട്ടൽ ടെസ്റ്റ് കേസസ്, മറ്റൊരു ഡിഫെക്ട്സ് ആണ് ടെസ്റ്റ് കേസസ് എക്സിക്യൂട്ടഡ് ഫോർ എ സെയിം പീരീഡിൽ എത്ര ടെസ്റ്റ് കേസസ് എക്സിക്യൂട്ട് ചെയ്തു ഇൻറ്റു 100. അങ്ങനെയാണ് നമ്മൾ ഇത് നോക്കുക, ഡിഫെക്ട്സ് പെർ 100 ടെസ്റ്റ് കേസസ് നോക്കാം. ഓക്കെ, ഇനി അഞ്ചാമത്തെയാണ് ഡിഫെക്ട്സ് പെർ 100 ഫെയിൽഡ് ടെസ്റ്റ് കേസസ്. 100 ഫെയിൽഡ് ആയിട്ടുള്ള ടെസ്റ്റ് കേസസിലുള്ള ഡിഫെക്ട്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഡിഫെക്ട്സ് പെർ 100 ഫെയിൽഡ് ടെസ്റ്റ് കേസസ് ഈസ് എ ഗുഡ് മെഷർ ടു ഫൈൻഡ് ഔട്ട് ഹൗ ഗ്രാനുലർ ദ ടെസ്റ്റ് കേസസ് ആർ. ഇറ്റ് ഇൻഡിക്കേറ്റ് how many test cases needed to be executed when a defect is fixed.
ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഫക്റ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ടെസ്റ്റ് കേസസ് വേണം എക്സിക്യൂട്ട് ചെയ്യാൻ എന്നുള്ളതാണ് ഇതിൽ നോക്കുന്നത്. വാട്ട് ഡിഫക്ട്സ് നീഡഡ് ടു ബി ഫിക്സഡ് സോ ദാറ്റ് ആൻ acceptable number of test cases reach the pass state. How the fail rate of test cases and defects affects each other for the release readiness analysis. ഇതെങ്ങനെ അനലൈസ് ചെയ്യാന്ന് വെച്ചാൽ അവിടെ അതിൻ്റെ കാൽക്കുലേഷൻ കൊടുത്തിട്ടുണ്ട്. ഡിഫക്ട്സ് പെർ 100 ഫെയിൽഡ് ടെസ്റ്റ് കേസസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിഫക്ട് ഫൗണ്ട് ഫോർ എ പീരീഡ് ടോട്ടൽ ടെസ്റ്റ് കേസസ് ഫെയിൽഡ് ഡ്യൂ ടു ദോസ് ഡിഫക്ട്സ്. ടോട്ടൽ ഡിഫക്ട്സ് ഫൗണ്ട് ഫോർ എ പീരീഡ്, ഒരു പീരീഡിൽ എത്ര ഡിഫക്ട്സ് കണ്ടു ഡിവൈഡഡ് ബൈ ടോട്ടൽ ടെസ്റ്റ് കേസസ് ഫെയിൽഡ് ഡ്യൂ ടു ദോസ് ഡിഫക്ട്സ്. ആ ഡിഫക്ട്സ് മൂലം എത്ര ടെസ്റ്റ് കേസസ് ഫെയിലായി ഇൻറ്റു 100. അങ്ങനെയാണ് നമ്മൾ ഈ ഡിഫക്ട്സ് പെർ 100 ഫെയിൽ ടെസ്റ്റ് കേസസ് നോക്കുക. ഇതെടുത്തത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഈ സ്ലൈഡിൽ ഇത്രയും പറഞ്ഞ ഓരോ ടെസ്റ്റ് കേസസിൻ്റെ കാര്യം പ്ലോട്ട് ചെയ്തിട്ട് ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. All the productivity metrics discussed in the above section expect defects per 100 hours of testing. അത് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഡിഫക്ട്സ് പെർ 100 hours of testing. അത് മാത്രമല്ല, ബാക്കി എല്ലാത്തിൻ്റെയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ പോയിൻറ്റ്സ് വീതം നോക്കാം. ആദ്യത്തെ പോയിന്റ്, ഡിഫക്ട്സ് പെർ 100 ടെസ്റ്റ് കേസസ് ഷോയിങ് എ ഡൗൺവേർഡ് ട്രെൻഡ് സജസ്റ്റ് പ്രൊഡക്റ്റ് റെഡിനെസ് ഫോർ റിലീസ്. ഡൗൺവേർഡ് ട്രെൻഡിങ് ഇതിൻ്റെ ഡിഫക്ട്സ് പെർ 100 hours ഓഫ് ടെസ്റ്റിങ്ങിൻ്റെ അതെന്താ കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റ് റിലീസ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് എന്നാണ്. ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയ കാരണം അധികം അറിയണ്ടാവില്ല. എല്ലാ ലൈൻസും വേറെ വേറെ രീതിയിലാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതങ്ങനെ. ഇനി സെക്കൻഡ് കേസ്, ടെസ്റ്റ് കേസസ് എക്സിക്യൂട്ടഡ് പെർ 100 hours ഓൺ അപ്വേർഡ് ട്രെൻഡ് സജസ്റ്റ് ഇംപ്രൂവ്ഡ് പ്രൊഡക്ടിവിറ്റി ആൻഡ് പ്രൊഡക്റ്റ് ക്വാളിറ്റി. നമ്മൾ രണ്ടാമത് പറഞ്ഞത് ടെസ്റ്റ് കേസസ് എക്സിക്യൂട്ടഡ് പെർ 100 hours ഓഫ് ടെസ്റ്റിങ്ങിൽ അപ്വേർഡ് ട്രെൻഡിങ് ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അതെന്താ കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റിയും പ്രൊഡക്റ്റ് ക്വാളിറ്റീനെയും ആണ് കാണിക്കുന്നത്. മൂന്നാമത്തെ, ടെസ്റ്റ് കേസസ് ഡെവലപ്ഡ് പെർ 100 hours ഓഫ് ടെസ്റ്റിങ്ങിൽ ഷോയിങ് എ സ്ലൈറ്റ് അപ്വേർഡ് മൂവ്മെൻറ്റ് സജസ്റ്റ് ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി. അതും ഒരു ചെറുതായിട്ടുള്ളൊരു അപ്വേർഡ് മൂവ്മെൻ്റ് ആണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റിയുടെ ഇമ്പ്രൂവ്മെൻറ്റിനെയാണ് കാണിക്കുന്നത്. നാലാമത്തെ, ഡിഫക്ട്സ് പെർ 100 ഫെയിൽഡ് ടെസ്റ്റ് കേസസ് ഇൻ എ ബാൻഡ് ഓഫ് 80 to 90 സജസ്റ്റ് ഈക്വൽ നമ്പർ ഓഫ് ടെസ്റ്റ് കേസസ് ടു ബി വെരിഫൈഡ് വെൻ ഡിഫക്ട്സ് ആർ ഫിക്സഡ്. ഇറ്റ് ഓൾസോ സജസ്റ്റ് ദാറ്റ് ദ ടെസ്റ്റ് കേസസ് പാസ് റേറ്റ് വിൽ ഇംപ്രൂവ് വെൻ ഡിഫക്ട്സ് ആർ ഫിക്സഡ്. ഡിഫക്ട്സ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റ് കേസസിൻ്റെ പാർട്ട് ഇംപ്രൂവ് ആവും, വിൽ ഇംപ്രൂവ് എന്നാണ് അതിൽ കാണിക്കുന്നത്. ഇത് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. ആ ഗ്രാഫും ഈ 4 പോയിൻറ്റ്സും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക, അപ്പോൾ മനസ്സിലാവും. അവിടുത്തെ ലൈൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. എല്ലാം ഡിഫറെൻറ്റ് ലൈൻസാണ്, 4 എണ്ണം. അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ. ഇനി ആറാമത്തെയാണ് ടെസ്റ്റ് ഫേസസ് എഫക്റ്റീവ്നെസ്. അതിലെന്താ പറയാൻ നോക്കാം. The idea of testing is to find defect early in the cycle and in the early phases of testing. ടെസ്റ്റിങ്ങിൻ്റെ ഫേസസിലും ടെസ്റ്റിങ്ങിൻ്റെ സൈക്കിളിലും വരുന്ന ഡിഫക്ട്സ് കണ്ടുപിടിക്കലാണ് ടെസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആസ് ടെസ്റ്റിംഗ് ഈസ് പെർഫോംഡ് ബൈ വേരിയസ് ടീംസ് വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഫൈൻഡിങ് ഡിഫക്ട്സ് early at various phases, a matrix is needed to compare the defects filled by each of the phases in testing. ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീം ഓഫ് പീപ്പിൾ ചെയ്യണതാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഓരോ വേരിയസ് ഫേസസിലും മെട്രിസസ് വേണം കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് ഡിഫക്ട്സ് വന്നത്, അതെന്തൊക്കെ മാറി എന്നുള്ളത് കൊണ്ട് അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് മെട്രിക്സസിൻ്റെ ആവശ്യമുണ്ട്. ദ ഡിഫക്ട്സ് ഫൗണ്ട് ഇൻ വേരിയസ് ഫേസസ് സച്ച് ആസ്, ഏതൊക്കെ തരം ഡിഫക്ട്സ് ആണ് എന്നുള്ളതാണ് ഇനി പറയുന്നത്. യൂണിറ്റ് ടെസ്റ്റിംഗ്, കമ്പോണൻറ്റ് ടെസ്റ്റിംഗ്, ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് ആൻഡ് സിസ്റ്റം ടെസ്റ്റിംഗ് ആർ പ്ലോട്ടഡ് ആൻഡ് അനലൈസ്ഡ്. ഈ 4 ടെസ്റ്റിങ്ങുമാണ് നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് അനലൈസ് ചെയ്യണത്. അവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇൻ ദ ബിലോ ചാർട്ട് ദ ടോട്ടൽ ഡിഫക്ട്സ് ഫൗണ്ട് ബൈ ഈച്ച് ടെസ്റ്റ് ഫേസസ് ഈസ് പ്ലോട്ടഡ്. ദ ഫോളോ ഫ്യൂ ഒബ്സർവേഷൻ ക്യാൻ ബി മെയ്ഡ്. ആ ഗ്രാഫിൽ നിന്ന് നമുക്ക് കുറച്ച് ഒബ്സർവേഷൻസ് നമുക്ക് അതിന് കണ്ടുപിടിക്കാൻ പറ്റും. A good proportion of defects were found in the early phases of testing. That means യൂണിറ്റ് ടെസ്റ്റിങ്ങിലും കമ്പോണൻറ്റ് ടെസ്റ്റിങ്ങിലും നമുക്ക് കുറച്ച് ഡിഫക്ട്സ്
ഗുഡ് പ്രൊമോഷൻ ഓഫ് ഡിഫക്ട്സ് were ഫൗണ്ട്. ഡിഫക്ട്സിൻ്റെ കുറച്ച് പ്രൊമോഷൻസ് നമുക്കതിൽ കാണാൻ പറ്റും. സെക്കൻഡ് പറയണത് പ്രൊഡക്റ്റ് ക്വാളിറ്റി ഇംപ്രൂവ്ഡ് ഫ്രം ഫേസ് ടു ഫേസ്. പ്രൊഡക്റ്റ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഓരോ ഫേസ് കഴിയുമ്പോഴും പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. ഷോൺ ബൈ ലെസ് പെർസെൻറ്റേജ് ഓഫ് ഡിഫക്ട്സ് ഫൗണ്ട് ഇൻ ദ ലേറ്റർ ടെസ്റ്റ് ഫേസസ്. ഇൻ്റഗ്രേഷൻ ടെസ്റ്റിങ്ങും സിസ്റ്റം ടെസ്റ്റിങ്ങും കഴിഞ്ഞിട്ട് നമുക്കവിടെ ആ ഗ്രാഫിൽ കാണാൻ പറ്റും. ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് 17%, സിസ്റ്റം ടെസ്റ്റിംഗ് 12%, പിന്നെ യൂണിറ്റ് ടെസ്റ്റിംഗ് 39%, കമ്പോണൻറ്റ് ടെസ്റ്റിംഗ് 32%. നമുക്കത് നോക്കിയാൽ കാണാൻ പറ്റും. Extending this data, some projections on post-release defects can be arrived at. Found 32% of testing. That means CT in the component testing 32% of defects ആണ് കണ്ടേക്കുന്നത്. പിന്നെ ഇൻ്റഗ്രേഷൻ ടെസ്റ്റിങ്ങിൽ 17% ആണ് ഡിഫക്ട്സ് കണ്ടേക്കുന്നത്. This is approximately 45 reduction in the number of defects. ഇതൊന്നും എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, 45% ഓഫ് റിഡക്ഷനാണ് നമുക്ക് ഈ രണ്ട് ടെസ്റ്റിങ്ങിലും കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുക. സിമിലർലി അപ്രോക്സിമേറ്റ്ലി 35 റിഡക്ഷൻ ഇൻ നമ്പർ ഓഫ് ഡിഫക്ട്സ് വാസ് ഫൗണ്ട് ഗോയിങ് ഫ്രം ഐ ടി പറഞ്ഞാൽ ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് ടു സിസ്റ്റം ടെസ്റ്റിംഗ് പോകുമ്പോൾ നമുക്ക് 35% ഓഫ് റിഡക്ഷനാണ് കിട്ടുക ഡിഫക്ട്സിൽ. A post-released can now assume 35% reduction in the number of defects, which amount to 7.5 of the total defects. A conservative estimate thus indicate that close to 7.5% of total defects will be found by the customer. 7.5% മാത്രം ഡിഫക്ട്സ് ആണ് കസ്റ്റമേഴ്സിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. This may not be accurate estimate but can be used for satisfying and planning of support activities. അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അക്യുറേറ്റ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല, എന്നാൽ നമുക്കത് പ്ലാനിങ്ങിനും അടുത്ത ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ടെസ്റ്റ് ഫേസ് എഫക്റ്റീവ്നെസ്സിൽ പറയണത്. ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക കേട്ടോ, ഗ്രാഫും ആ രണ്ട് കേസസും പിന്നെ പെർസെൻറ്റേജ് ഡീറ്റെയിൽസും കൂടിയിട്ട് ഒന്ന് വായിച്ച് ഇനി ഏഴാമത്തെയാണ് ക്ലോസ്ഡ് ഡിഫക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ. അതെന്താണെന്നുള്ളത് നോക്കാം. ദ ഒബ്ജക്റ്റീവ് ടെസ്റ്റിംഗ് ഈസ് നോട്ട് ഓൺലി ടു ഫൈൻഡ് ഡിഫക്ട്സ്. ഒരു ടെസ്റ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫക്ട്സ് മാത്രം കണ്ടുപിടിക്കുക എന്നുള്ളതല്ല. ദ ടെസ്റ്റിംഗ് ടീം ഓൾസോ ഹാവ് ദ ഒബ്ജക്റ്റീവ് ടു എൻഷുർ ദാറ്റ് ദ ഓൾ ഡിഫക്ട് ഫൗണ്ട് ത്രൂ ടെസ്റ്റിംഗ് ആർ ഫിക്സഡ് സോ ദ കസ്റ്റമർ ഗെറ്റ് ദ ബെനിഫിറ്റ് ഓഫ് ടെസ്റ്റിംഗ് ആൻഡ് ദ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഇംപ്രൂവ്സ്. വേറെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡിഫക്ട്സും ഫിക്സഡ് ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതിലൂടെ കസ്റ്റമറിൻ്റെ ബെനിഫിറ്റ്സ് ടെസ്റ്റിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുകയും ചെയ്യും, പിന്നെ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. ഇതാണ് വേറൊരു ഒബ്ജക്റ്റീവ് ടെസ്റ്റിങ്ങിൻ്റെ. ടു എൻഷുർ ദാറ്റ് മോസ്റ്റ് ഓഫ് ദ ഡിഫക്ട്സ് ആർ ഫിക്സഡ്. മോസ്റ്റ് ഓഫ് ദ ഡിഫക്ട്സ് ഫിക്സഡ് ആണെന്ന് എൻഷുർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദ ടെസ്റ്റിംഗ് ടീം ഹാസ് ടു ട്രാക്ക് ദ ഡിഫക്ട്സ് ആൻഡ് അനലൈസ് ഹൗ ദേ ആർ ക്ലോസ്ഡ്. ആ വന്നിട്ടുള്ള ഡിഫക്ട്സൊക്കെ ട്രാക്ക് ചെയ്യുക, എന്നിട്ട് അത് എങ്ങനെയാണ് ക്ലോസ് ചെയ്തിട്ട് എന്നുള്ളത് അനലൈസ് ചെയ്യുകയും വേണം. ദ ക്ലോസ് ഡിഫക്ട്സ് ഡിസ്ട്രിബ്യൂഷൻ ഹെൽപ്പ് ഇൻ ദിസ് അനാലിസിസ്. നമുക്കവിടെ ഒരു ഗ്രാഫ് കാണാൻ പറ്റും. ആ ഗ്രാഫിൽ നിന്ന് കുറച്ച് ഒബ്സർവേഷൻസ് ഉണ്ട്, 3 നമുക്കതെന്താണെന്ന് നോക്കാം. ഓൺലി 28% ഓഫ് ദ ഡിഫക്ട്സ് ഫൗണ്ട് ബൈ ദ ടെസ്റ്റ് ടീം വേർ ഫിക്സഡ് ഇൻ ദ പ്രൊഡക്റ്റ്. 28% അതെവിടെയാണ് ഫിക്സഡ്. ഡിഫക്റ്റ് ടീമിന് ആ ഒരു ടീമിന് ഈ 28% ഓഫ് ഡിഫക്ട്സ് ആണ് ഫിക്സഡ് ആയിട്ടുള്ളൂ. ദിസ് സജസ്റ്റ് ദാറ്റ് പ്രൊഡക്റ്റ് ക്വാളിറ്റി നീഡ് ഇംപ്രൂവ്മെൻറ്റ് ബിഫോർ റിലീസ്. ഇതിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുക, റിലീസിന് മുമ്പ് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആവണം. ഓക്കെ, അതാണ് ഒരു അസംഷൻ. രണ്ട് എന്താണെന്ന് വെച്ചാൽ ഓഫ് ദ ഡിഫക്ട്സ് ഫെയിൽഡ് 19% വേർ ഡ്യൂപ്ലിക്കേറ്റ്സ്. 19% ഉള്ള അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ്സ് ആണ്, ഒരു കോഡിൻ്റെ ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ്സ് ആണ് ഉണ്ടാവുക. ഇറ്റ് സജസ്റ്റ് ദാറ്റ് ദ ടെസ്റ്റ് ടീം നീഡ് ടു update itself on existing defects before new defects are filled. ഇതൊക്കെ പുതിയ ഡിഫക്ട്സ് വരുന്നതിന് മുമ്പേ ടെസ്റ്റ് ടീം അതിൽ നിന്നുള്ള അപ്ഡേറ്റ്സ് അപ്പോൾ ചെയ്ത് പോരണം, എന്നാലാണ് നമുക്കിത് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ എന്താ നോക്കാം. നോൺ റീപ്രൊഡ്യൂസബിൾ ഡിഫക്ട്സ് അമൗണ്ടഡ് ടു 11%. 11% ആണ് നോൺ റീപ്രൊഡ്യൂസബിൾ. This means that the product has some random defects or the defects are not provided for with reproducible test cases. കുറച്ച് റാൻഡം ആയിട്ടുള്ള ഡിഫക്ട്സ് ഉണ്ടാവും ഇതിന്, ദ പ്രൊഡക്ട്സിന്. ദിസ് ഏരിയ നീഡഡ് ഫർദർ അനലൈസ് ക്ലോസ് ടു 14%.
of defects were found not fixed for reason as per design will not fix and the next release. As per design will not fix and next release. ഇതിലൊക്കെ 40% ഡിഫക്ട്സ് ഉണ്ടാവും, were not found. Okay, these defects may impact the customer. ഈ ഡിഫക്ട്സ് ഒക്കെ കസ്റ്റമറിൽ ഇമ്പാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. They needed further decisions and defects fix needed to be provided to improve release and quality. ഈ അസംഷനിൽ നിന്ന് എന്ന് കൺക്ലൂഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഇമ്പ്രൂവ്മെൻറ്റ് വേണം. റിലീസിന് മുമ്പ്, ഒരു പ്രൊഡക്റ്റിൻ്റെ റിലീസിന് മുമ്പേ ഒരു ക്വാളിറ്റിയും അതിൻ്റെ അസംഷൻസും ഒക്കെ എന്നാലും നമ്മളൊരു പ്രൊഡക്റ്റ് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഈ ക്ലോസ് ഡിഫക്റ്റ് ഡിസ്ട്രിബ്യൂഷനിൽ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്തത് റിലീസ് മെട്രിസസ് ആണ്. അതിലെന്താ നോക്കാം. ദ ഡിസിഷൻ ടു റിലീസ് എ പ്രൊഡക്റ്റ് വുഡ് നീഡ് ടു കൺസിഡർ സെവറൽ പെർസ്പെക്റ്റീവ്സ് ആൻഡ് സെവറൽ മെട്രിസസ്. ഒരു പ്രൊഡക്റ്റ് റിലീസ് ചെയ്യാൻ നമ്മൾ സെവറൽ പെർസ്പെക്റ്റീവ്സും സെവറൽ മെട്രിസസും കൺസിഡർ ചെയ്യണം. All the matrices that were discussed in the previous section needed to be considered in totality for making the release decision. മുമ്പ് പറഞ്ഞിട്ടുള്ള എല്ലാ മെട്രിസസും നമ്മൾ ഈ കൺസിഡർ ദ മേക്കിംഗ് റിലീസ് ഡിസിഷന് ആയിരിക്കണം. The purpose of this section is to provide certain guidelines that will assist in making this decision. ഓരോ ഈ സെക്ഷൻ എന്താണെന്ന് വെച്ചാൽ റിലീസ് മെട്രിസസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദീസ് 8 only set of guidelines and the exact number and the nature of criteria can vary from release to release, product to product and organization to organization. ഈ ഗൈഡ് ലൈൻസ് മെയിനായിട്ട് അതിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാരി ഫ്രം റിലീസ് ടു റിലീസ്, ഒരു റിലീസ് ടു അടുത്ത റിലീസ് വരെയുള്ളതിൻ്റെ വാരിയേഷൻസും, പ്രൊഡക്റ്റ് ടു പ്രൊഡക്റ്റ് ആൻഡ് ഓർഗനൈസേഷൻ ടു ഓർഗനൈസേഷൻ. അതാണ് റിലീസ് മെട്രിസസ്. അതുകൊണ്ട് ഇതിൽ മെയിനായിട്ട് നമ്മൾ അതാണ് നോക്കുന്നത്. ഗൈഡ് ലൈൻസ് ആണ് അസിസ്റ്റ് ചെയ്യാൻ, ഓരോ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യാനുള്ള ഗൈഡ് ലൈൻസ് ആണ് നമ്മളിതിൽ പറയുന്നത്. ഇനി അടുത്ത 2 സ്ലൈഡിൽ ഞാൻ അതിൻ്റെ കുറച്ച് പെർസ്പെക്റ്റീവ്സും ഗൈഡ് ലൈൻസും കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് ജസ്റ്റ് വായിക്കാം.